നന്നായിട്ടൊന്നു കുളിച്ചു തോട്ടിയിടുവാൻ കെട്ടിപ്പിഴിയണം എന്തു ത്യാഗം. നന്നായിട്ടൊന്നങ്ങു ചീകിക്കെട്ടാൻ നേരം അതെത്ര കളഞ്ഞിടണം. ബാത്റൂമും ക്ലോസറ്റും ബ്ലോക്കാവും നേരത്ത് ബാധ്യത എന്നും നിനക്കു മാത്രം. കൈ ചൂണ്ടിക്കാണിച്ച് നീയാണ് കാരണം എന്നോ നീ വേറിട്ടു കുറ്റപ്പെടുത്തുവാൻ. അങ്ങനെ അങ്ങനെ നീ മനം നീറ്റുവാൻ എന്തിനി ത്യാഗം നീ എന്നും സഹിക്കണം. ദീർഘമായുള്ള ഒരു യാത്രയ്ക്ക് ശേഷം നീ പ്രേത സമാനയായി തീരുന്നതെങ്ങനെ? ആയതിൻ ഹേതു മറ്റൊന്നല്ല സോദരി, പാറി പറക്കുമീ നീണ്ട മുടി തന്നെ. കെട്ടുകുടുങ്ങി പിടഞ്ഞ മുടിയൊന്നു പൂർവ്വരൂപത്തിലൊന്നാക്കിയെടുക്കുവാൻ എത്ര കഷ്ടപ്പാടു നീ തന്നെ പേറണം. എന്തിനീ ത്യാഗം നീ എന്നും സഹിക്കണം. നിന്നുടെ സൗന്ദര്യം കാത്തുകൊള്ളുന്നത് നീണ്ട തലമുടിക്ക് അത്രയ്ക്ക് സ്ഥാനമോ കുത്തിപ്പിടിച്ചു കരി തീർക്കുവാനുള്ള ഒരായുധം മാത്രമാണെന്നെന്നും നിൻമുടി. എന്തെന്തു ത്യാഗം സഹിച്ചു നീ കാത്തിടും നീണ്ട തലമുടി ശാപമല്ലേ നിന്നുടെ ശ്രദ്ധയെ നിന്നിലൊതുക്കുവാൻ. അതുവഴി ആത്മവിശ്വാസം അകറ്റുവാൻ. അല്ലാതെ ഏതുമേ ഗുണമില്ല സോദരി. ഒത്തു മുറിച്ചിടാമി മുടി നമ്മൾക്ക് ആധിപത്യത്തിൽ പ്രതിഷേധമായിട്ടും നല്ലൊരു ഭാവിതൻ ആരംഭമായിട്ടും. ആണുങ്ങൾക്കൊക്കെ കുടുംബം ഉണ്ടായിരുന്നു പണ്ട്.